ഹായ് ഓൾ, ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും. സോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടക്കുന്ന റിയാക്ഷൻ, അതിനകത്ത് കെമിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ മെയിനായിട്ട് ഒരു റിഡോക്സ് റിയാക്ഷനിൽ കെമിക്കൽ എനർജി ഉണ്ടാകും, കാരണം അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ കെമിക്കൽ എനർജിയും അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്, അതുമൂലം എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് അതിന് പുറത്ത് വരുന്നുണ്ട്, അതൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് അതാണ് ഇവിടെ പറഞ്ഞത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് സെല്ല് സാധാരണ നമ്മൾ പറയാറുണ്ട്. എന്താണ്? ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ല്. രണ്ട് സെല്ലാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, അല്ലേ? ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ അതിനെ വോൾട്ടായിക് സെല്ല് എന്ന് പറയും. പിന്നെ ഇലക്ട്രോലിറ്റിക് സെല്ല്, അതായത് രണ്ട് ടൈപ്പായിട്ട് പറയുന്നത്, അല്ലാതെ ഡിഫറെൻറ്റ് വേറെ തരത്തിലുള്ള സെല്ലുകളുണ്ട്. ഇപ്പോൾ ഡ്രൈ സെല്ല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ മേജറായിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പറയുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് പറയാറുണ്ട്. എന്താണ്? രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. എന്താണ്? ഒന്ന് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. പിന്നെ ഇലക്ട്രോളിറ്റിക് സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഇലക്ട്രോളിറ്റിക് സെല്ല്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് CE to EE എന്ന് എഴുതിയത് കേട്ടോ. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോളിറ്റിക് സെല്ലിനകത്ത് ഇലക്ട്രിക്കൽ എനർജി മൂലം എന്തുണ്ടാക്കുന്നത്? കെമിക്കൽ എനർജി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഗാൽവാനിക് സെല്ല് നമ്മൾ എങ്ങനെയാണ് വരക്കുക? രണ്ട് ബീക്കർ, നമ്മൾ മുന്നേ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. രണ്ട് ബീക്കർ, അതിനകത്ത് രണ്ട് ഇലക്ട്രോഡ് വെക്കും, അല്ലേ? ബീക്കറിനകത്ത് ഈ ഇലക്ട്രോഡ് ഏതാണോ അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ ഇപ്പോൾ ഞാൻ സിങ്ക് എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എടുക്കും സിങ്ക് സൾഫേറ്റ്, അല്ലേ? അതുപോലെ കോപ്പർ ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൊല്യൂഷനായിട്ട് കോപ്പർ സൾഫേറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഒരു ബാറ്ററി ആയിട്ടോ കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജും ഉണ്ടാകും. നമ്മളിത് മുന്നേ പഠിക്കുന്നതാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ല് 10ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഓക്കെ, സോ സിങ്ക് എന്ന് പറയുന്നത് ഇവിടെ ആനോഡാണ്, കോപ്പർ എന്ന് പറയുന്നത് കാഥോഡാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ഹൈലി റിയാക്റ്റീവ് ആരാണ്? ഏത് മെറ്റലാണോ ഹൈലി റിയാക്റ്റീവ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുക. അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണിത് ആനോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഓക്കെ, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആനോഡാണ് ഇവിടെ എന്ത് സിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സിങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സിങ്കിൽ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ സിങ്ക് എന്തായി മാറും? Zn2++2 ഇലക്ട്രോൺ. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഏതാണോ ആ മെറ്റലിലാണ് എന്ത് ഓക്സിഡേഷൻ നടക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആനോഡ് എന്ന് വിളിക്കുക. സോ സിങ്കും കോപ്പറും കമ്പയർ ചെയ്യുമ്പോൾ സിങ്കാണ് ഹൈലി റിയാക്റ്റീവ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആ റിയാക്ടിവിറ്റി കാണുക? റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. റിയാക്ടിവിറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, റിയാക്ടിവിറ്റി സീരീസ്. സോ ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്ക്, സിങ്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, കോപ്പർ താഴെ, ഇതിൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ. മീൻസ് ഇതിൻ്റെ താഴെയായിട്ടാണ് ഇത് വരിക. അങ്ങനെ രണ്ടും ഒരേ സൈഡിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെ പോവുക, ഇതിൻ്റെ താഴെയാണ് ഇത് വരിക. ഓക്കെ, നിക്കൽ കഴിഞ്ഞിട്ടാണ് ഇത് വരിക, താഴോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുമെന്ന്. അപ്പം അങ്ങോട്ട് കോപ്പർ എത്തുമ്പോഴേക്ക് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ സിങ്കും കോപ്പറും നോക്കുമ്പോൾ സിങ്കാണ് ഹൈലി റിയാക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയിട്ട് നമുക്ക് രണ്ട് മെറ്റൽ എന്നാൽ ഏതായിരിക്കും ആനോഡ് ഏതായിരിക്കും കാഥോഡ് എന്ന് പറയാൻ പറ്റും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കും. ആനോഡാണെന്ത് ഹൈലി റിയാക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. സാൾട്ട് ബ്രിഡ്ജ് എന്താണ്? മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൾട്ട് ബ്രിഡ്ജ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് സിങ്ക് Zn2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. സോ ഇവിടെയുള്ള സിങ്ക് Zn2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഇവിടെ 2 ഇലക്ട്രോൺസ് വരും.
ഓക്കെ. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇതിലൂടെ ഇപ്പുറത്തേക്ക് പോകും. ഈ വയറിലൂടെ കോപ്പറിൻ്റെ അടുത്തേക്ക് ഈ 2 ഇലക്ട്രോൺസ് പോകും. ഓക്കെ. സോ Zn എന്തായി മാറും? Zn 2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് വന്ന് നിൽക്കും. 2 ഇലക്ട്രോൺസ് ഇതിലൂടെ പോകും. അപ്പോൾ കോപ്പറിൽ കാഥോഡാണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പറിൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ. കോപ്പറിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. നമ്മളത് എങ്ങനെയാ ഓർത്ത് വെക്കുക? ആൻഓക്സ്, അതായത് ആനോഡിൽ ഓക്സിഡേഷൻ, റെഡ് കാറ്റ് അതായത് കാത്തോഡിൽ റിഡക്ഷൻ. നമ്മളങ്ങനെ സാധാരണ ചെറുപ്പത്തിലേ ഓർത്ത് വെക്കാറുണ്ട്, ചെറിയ ക്ലാസ്സിൽ ഓർത്ത് വെക്കാറുണ്ട് അല്ലേ? ആനോക്സ് അതായത് ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. റെഡ് കാറ്റ് കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. ഓക്കെ. അപ്പോൾ കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കും. കോപ്പർ റിഡ്യൂസിങ് ആണ്. കോപ്പർ റിഡ്യൂസ് ചെയ്യുമ്പോൾ കോപ്പർ ഇലക്ട്രോൺസിനെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാണ്, ഗെയിൻ ചെയ്യാണ്. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ 2+ അയോൺസ് ഉണ്ടാവുമല്ലോ, ഇതിനകത്ത് കോപ്പർ 2+ അയോൺസ് ഉണ്ടാവുമല്ലോ. ഇതിനകത്തുള്ള അയോൺസ് എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് കോപ്പർ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ കോപ്പർ ഇലക്ട്രോണിന്റെ മുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള കോപ്പർ 2+ അയോൺസ് ഈ 2 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആനോഡ് കുറഞ്ഞു വരും. കാരണം എന്താണ്? ആനോഡ് സിങ്ക് വെറും 2+ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ കോപ്പറിലേക്ക് എന്ത് ചെയ്യും? ഈ Cu2+ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോപ്പർ കൂടി വരും. ഇത് സ്മോൾ സൈസ് ആവും, ഇത് ബിഗർ സൈസ് ആയി മാറും. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി വരുന്നത് അല്ലേ? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിസിറ്റിന്റെ പാസേജ് എന്ന് നമ്മൾ പറയാറുള്ളത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി വരും. സോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രിസിറ്റി വരും. സോ ഒരു റിഡോക്സ് റിയാക്ഷനാണ് ഇവിടെ നടന്നത് അല്ലേ? ഇവിടെ ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷൻ. സോ ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. സോ ഒരു കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് വിളിച്ചത്. അപ്പോൾ ഇത്രയാണ് ഗാൽവാനിക് സെല്ലിൻ്റെ കേസ് പറയാനുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ റിയാക്ടിവിറ്റി സീരീസ് കൂടെ പറഞ്ഞുതരാം. റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് ഇലക്ട്രോകെമിസ്ട്രി ഓൾമോസ്റ്റ് അറിഞ്ഞിരിക്കണം അല്ലേ? എങ്ങനെയാണ് റിയാക്റ്റീവ് ആരാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കണം. താഴോട്ട് പോകുന്നതോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടും. ഓക്കെ. താഴോട്ട് പോകുന്നതോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടും, റിയാക്ടിവിറ്റി കുറയും. ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്ന ആൾ മുകളിലുണ്ടാവുക അല്ലേ? സോഡിയം ഹൈ റിയാക്റ്റീവാണ്. നമ്മൾ മണ്ണൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കാരണം ഹൈ റിയാക്റ്റീവാണ്. ഓക്കെ. ഇപ്പോൾ റിയാക്ടിവിറ്റി കൂടിയാണ് മുകളിലുണ്ടാവുക. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാനുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. ഇതാണ് KNaCl. ഇത് നമുക്ക് കനക എന്ന് വിളിക്കാം. കനക. അപ്പോൾ കനകയുടെ മാരേജിന്, മെഗ്നീഷ്യത്തിന് മാരേജിന് അലിയും സൈനബിയും. ഓക്കെ. അപ്പോൾ കനകയുടെ മാരേജിന് അലിയും സൈനബിയും, അതായത് കനക എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, കനക. ഓക്കെ. മാരേജിന് മെഗ്നീഷ്യം, അലിയും സൈനബിയും, ഫെനിസൻ. അത് ഒന്നിച്ച് പഠിച്ചാൽ മതി, ഒരു പേര് പോലെ പഠിക്കാം. ഫെനിസൻ. അപ്പോൾ അയൺ, നിക്കൽ, ടിൻ. ഫെനിസൻ പമ്പിൽ പോയി, പമ്പ് PB. ഹൈറ്റ് കുറഞ്ഞ AG ഓട്ടോ പിടിച്ചു. അപ്പോൾ ആ ഒരു ടെക്നിക്ക് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പം റിയാക്ടിവിറ്റി സീരീസ് ഇതിനും കുറേ വേറെയും വരുന്നുണ്ട്. ഇപ്പോൾ ലിഥിയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ വലിയ റിയാക്ടിവിറ്റി സീരീസ് തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ചെറിയ ലെവലിലുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. സോ കനകയുടെ മാരേജിന് അലിയും സൈനബിയും ഫെനിസൻ പമ്പിൽ പോയി, ഹൈറ്റ് കുറഞ്ഞ AG ഓട്ടോ പിടിച്ചു. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഏതാണെന്ന് ഓർക്കണം. ഹൈറ്റ് കുറഞ്ഞാന്ന് പറയുന്നത് ഹൈഡ്രജൻ, കുറഞ്ഞാന്ന് പറയുന്നത് കോപ്പർ, AG സിൽവർ, ഓട്ടോ ഗോൾഡ്, AU പിടിച്ചു പലഡിയം. ഓക്കെ. സോ എന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് വലിയ റിയാക്ടിവിറ്റി സീരീസ് തന്നെ പഠിക്കാം. നിങ്ങളുടേതായ ട്രിക്ക് യൂസ് ചെയ്തിട്ട് റിയാക്ടിവിറ്റി സീരീസ് ഇലക്ട്രോകെമിസ്ട്രിയിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാകണം. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നല്ല ഇത് കിട്ടും, ട്രിക്സ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ. കോഡായിട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും. സോ നെക്സ്റ്റ് ഇലക്ട്രോളിറ്റിക് സെൽ. ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് കെമിക്കൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് കെമിക്കൽ എനർജി ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവുക? ഒരൊറ്റൊരു ബീക്കറേ ഉണ്ടാവുള്ളൂ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ. അതിനകത്ത് തന്നെ ഉണ്ടാവും 2 ഇലക്ട്രോഡ്, കാഥോഡും ആനോഡും. അതിനൊരു ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മോൾട്ടൺ NaCl ആണെന്ന് വിചാരിക്കുക. നമ്മളെപ്പോഴും ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്
എന്തായിരിക്കണം, ഒന്നുകിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കണം അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിലായിരിക്കണം. എന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. ഇപ്പം സോളിഡ് NaCl എടുത്തു എന്ന് വിചാരിക്കുക. സോളിഡ് NaCl ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, നമുക്കറിയാം അല്ലേ. എന്തുകൊണ്ടാണ്? അതിനകത്ത് അയോൺസ് ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവണ്ടേ? അയോൺസ് ഇല്ല അതിനകത്ത്. മോൾട്ടൺ NaCl സൊല്യൂഷനോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അതിനകത്ത് അയോൺസ് ഉണ്ട്, Na+ അയോൺസ് ഉണ്ട്. ഇപ്പം മോൾട്ടൺ NaCl ആണെങ്കിൽ അതിനകത്ത് Na+ അയോണും Cl- അയോണും ഉണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പോൾ ഒരു ബീക്കറിനകത്ത് മോൾട്ടൺ NaCl ആണ് എടുക്കുന്നതെങ്കിൽ, അപ്പോൾ മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ അതിനകത്ത് Na+ഉം Cl- അയോൺ ഉണ്ടാവും. ഇനി നമ്മൾ NaCl സൊല്യൂഷനാണ്, അക്വസ് NaCl സൊല്യൂഷൻ എടുക്കുന്നെങ്കിൽ അതിനകത്ത് എന്തൊക്കെ അയോൺസ് ഉണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, H+ ഉണ്ടാവും, OH- ഉണ്ടാവും അല്ലേ. H+ എന്ന് പറയുമ്പോൾ അത് H3O+ അയോൺസ് ആയിട്ടായിരിക്കും മിക്കവാറും നിൽക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവും. അപ്പോൾ ഇത്രയും അയോൺസ് ഉണ്ടാകുമ്പോൾ സൊല്യൂഷൻ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അയോൺസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അവിടെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും സോളിഡ് NaCl എടുക്കാൻ പാടില്ല. നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മോൾട്ടൺ ഒരു അക്വസ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് ആണോ അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യണം. ഇപ്പോൾ NaCl ആണെങ്കിൽ മോൾട്ടൺ NaCl സൊല്യൂഷൻ യൂസ് ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒന്ന് ഇവിടുത്തെ കേസ് റിയാക്ഷൻ ഇലക്ട്രോളിസിസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോളിസിസ് അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് എന്താണ്, ഇലക്ട്രോലൈറ്റിനെ അയോൺസ് ആക്കി മാറ്റും, സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, മീൻസ് സ്പ്ലിറ്റിംഗ് നടക്കും. Na+ഉം Cl- അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് കെമിക്കൽ എനർജി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്നത്. സോ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽസ് എന്തെങ്കിലും ഡീകമ്പോസ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ NaCl നമ്മൾ, അതായത് മോൾട്ടൺ NaCl അക്വസ് NaCl എടുക്കുവാണ്. ഇപ്പം ഞാൻ മോൾട്ടൺ ആണ് എടുക്കുന്നത്. അപ്പോൾ മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ അതിലേക്ക് ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ Na+ഉം Cl- അയോൺസ് ആയിട്ട് മാറും. Na++ Cl- അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ അതിൽ കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോണിൽ കാഥോഡാണ്. അപ്പോൾ കാഥോഡിലേക്ക് എന്ത് ചെയ്യും, Na+ അയോൺസിനെ അട്രാക്ട് ചെയ്യപ്പെടും. ഇതിനകത്ത് Na+ഉം Cl- ഉണ്ട്. അതിൽ Na+ അയോൺസ് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക. അപ്പോൾ അവിടെ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണിനെ മേടിച്ചിട്ട് അത് സോഡിയം മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും കാഥോഡിൽ. അപ്പോൾ കാഥോഡിൽ സോഡിയം മെറ്റൽ ഡെപ്പോസിഷൻ നടക്കും. ആനോഡിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. സോ ക്ലോറിൻ ആനോഡിൽ വന്ന് അട്രാക്ട് ചെയ്യും. എന്തുകൊണ്ട്? ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആണ്, ക്ലോറൈഡ് ആയതുകൊണ്ട്. ക്ലോറൈഡ് ആനോഡിൽ വന്നിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ഇത് എന്തായി മാറും, 2 ഇലക്ട്രോൺസിനെ പുറത്ത് കൊടുത്തിട്ട് ഓക്സിഡേഷൻ നടന്നിട്ട് ക്ലോറിൻ ആയി മാറും. സോ ഇവിടെ കാഥോഡിൽ എന്താ നടക്കുന്നത്, സോഡിയം മെറ്റലിൻ്റെ ഡെപ്പോസിഷൻ നടക്കും. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇലക്ട്രോളിസിസിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് കാഥോഡ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അയോൺസ് ഒക്കെയും നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിൽ പോയിട്ട് അട്രാക്ട് ചെയ്യും. അത് തന്നെ കുറേ അയോൺസ് ഉണ്ടിരിക്കും. ഇപ്പോൾ H+ NaCl സൊല്യൂഷൻ ആണെങ്കിൽ Na+ ഉണ്ടാവും, H+ ഉണ്ടാവും. അപ്പോൾ അതിൽ ആരാണോ കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്, ആ പവർ ഉള്ളത്, അയാളാണ് എന്ത് ചെയ്യുക, കാഥോഡിൽ പോയി അട്രാക്ട് ചെയ്യുക. അപ്പോൾ കുറേ പോസിറ്റീവ് അയോൺസ് ഉണ്ടെങ്കിൽ ഇപ്പം Na+ ഉണ്ട്, H+ ഉണ്ട്. അപ്പം അതിൽ ആരാണോ മോസ്റ്റ് പവർഫുൾ അയാളാണ് എന്ത് ചെയ്യുക, കാഥോഡിൽ ഒന്ന് അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ Na+ഉം Cl- മാത്രമേ ഉള്ളൂ മോൾട്ടൺ NaClന്റെ കേസിൽ. അപ്പോൾ Na+ വന്നിട്ട് കാഥോഡിൽ അട്രാക്ട് ചെയ്യും. കാഥോഡിൽ എപ്പോഴും റിഡക്ഷനാണ് നടക്കുക. അപ്പോൾ റിഡ്യൂസ് ചെയ്യപ്പെടും, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് സോഡിയം മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ആനോഡിൻ്റെ കേസിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് ഉള്ള ഇലക്ട്രോഡാണ്. അവിടെ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് വന്നിട്ട് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ക്ലോറൈഡ് അയോൺസ് വന്ന് അട്രാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഇലക്ട്രോളിസിസ് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാളിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ്. എത്രമാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യപ്പെടൂലേ സബ്സ്റ്റൻസ് ഇലക്ട്രോഡിലേ,
അതെന്തായിരിക്കും, അതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോ വെയിറ്റ് ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. ക്യൂ, അതായത് എത്ര കൂളം ചാർജ് പാസ് ചെയ്തിട്ടുണ്ട്. സോ ഡബ്ല്യു ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ, ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ. ഈ സെഡിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. സോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെപ്പോസിറ്റഡ്, വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി ഇലക്ട്രോഡ്. ഇലക്ട്രോഡിൽ എത്രമാത്രം വെയിറ്റ്, എത്രമാത്രം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഡബ്ല്യു എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതായത് ഇപ്പോൾ എത്ര ചാർജ്, എത്ര കൂളം ചാർജ് ഉള്ളതാണ് ക്യൂ. ഓക്കെ, സോ ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ. അല്ല, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. ഇപ്പോൾ സെഡ് ഐ ടി എന്ന് എഴുതാൻ പറ്റും. ക്യൂ ഈക്വൽ ടു ഐ ടി ആണ് നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് ക്യൂ ചാർജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. സോ ക്യൂക്ക് പകരം നമുക്ക് ഐ ടി എന്ന് എഴുതാം. ഇത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ ഓർ വിച്ച് ഈസ് ഈക്വൽ ടു സെഡ് ഐ ടി എന്ന് പറയാം. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഓക്കെ, സെഡ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ആണ്. അതുപോലെ തന്നെ 1 ഫാരഡ് എന്ന് പറയുന്നത് 96500 കൂളോം ആണ്. ഓക്കെ, 1 ഫാരഡ് എന്ന് പറയുന്നത് 96500 കൂളോം. ഇത്രയും വാല്യൂ ആണ് എന്ത്, അതായത് 96,500 കൂളോം. ഇപ്പോൾ നമ്മൾ പറയാനുള്ള എളുപ്പത്തിൽ നമ്മൾ മൊബൈൽ നമ്പർ പറയുന്നതൊക്കെ പറയുന്നത് 96500 കൂളോം എന്ന് പറയുന്നത് 1 ഫാരഡ് ഇത്രയും എമൗണ്ട് ആണ്, ഇത്രയും ചാർജ്, ഇത്രയും കൂളോമാണ് ഉള്ളത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഈക്വലന്റ് ബൈ 96,500. ഓക്കെ, ഈക്വലന്റ് വെയിറ്റ് എത്രയാണ്, ഓരോ സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് സെഡ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈക്വലന്റ് വെയിറ്റ് ബൈ 96500 ചെയ്താൽ നമുക്ക് സെഡ് വാല്യൂ എത്രയാണെന്ന് കിട്ടും. സോ സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കറണ്ടും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പറയാം ഫസ്റ്റ്, എന്നിട്ട് ഫാരഡേസ് സെക്കൻഡ് ലോ പറയാം. How many grams of copper is deposited from copper sulfate solution by the passage of 50 coulomb of electricity എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എത്രമാത്രം ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു, കോപ്പർ സൾഫേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് എത്രമാത്രം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡബ്ല്യു ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിട്ടുള്ളത് ക്യൂ ഈക്വൽ ടു 50 കൂളോം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 50 കൂളോം ചാർജ് ഉണ്ട്, എത്രമാത്രം ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ ആണ്. ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു ആണ്, എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യൂ തന്നിട്ടുണ്ട്, പക്ഷേ സെഡ് വാല്യൂ അറിയില്ല നമുക്ക്. സെഡ് വാല്യൂ അറിയണമെങ്കിൽ നമുക്കറിയാം 1 ഗ്രാം ഈക്വലന്റ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ ഈക്വലന്റ് മാസ് 31.25 ആണ്. മേ ബി അത് ക്വസ്റ്റ്യനിൽ തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് തരും, ഇത്രയും ഗ്രാം ആണ്. സോ സെഡ് എന്ന് പറയുന്നത് ഈക്വലന്റ് മാസ് ബൈ 96500. 31.25 ബൈ 96500 ഇത്രയാണ് സെഡ് വാല്യൂ വരുന്നത്. സോ എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് 31.25 ഡിവൈഡ് ബൈ 96500 ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് 50 കൂളോം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഡബ്ല്യു ഈക്വൽ ടു 31.25 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 96500. ഇത് ഓൾമോസ്റ്റ് 0.0165 ഇത്രയും ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവും. സോ ക്വസ്റ്റ്യനകത്ത് ചാർജ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് സെഡ് കാണണം. സെഡ് കാണുന്നത് ഈക്വലന്റ് മാസ് ഡിവൈഡ് ബൈ 96500. ഈക്വലന്റ് മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. ഓക്കെ, സോ ഇതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി ഗ്രാംസ് ഓഫ് ക്ലോറിൻ ക്യാൻ ബി ഫോംഡ് ബൈ ദി electrolysis of molten NaCl by the passage of a current of 1 ampere for 15 seconds. അതായത് മോൾട്ടൺ NaCl ഇലക്ട്രോളൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ക്ലോറിൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യപ്പെടുക, ഫോം ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആണ് കിട്ടുക മോൾട്ടൺ NaCl ആണെങ്കിൽ.
സോ എത്രമാത്രം ക്ലോറിൻ ആണെന്നുള്ളതാണ് ചോദ്യം. എത്രമാത്രം ക്ലോറിൻ ഡെപ്പോസിറ്റ് ചെയ്തു. ക്ലോറിൻ ഗ്യാസ് ആയതുകൊണ്ട് ലിബറേറ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. ഓക്കെ, സോ W ഈക്വൽ ടു ZQ വിച്ച് ഈസ് ഈക്വൽ ടു ZIT നമുക്കറിയാവുന്നതാണ്. ZIT ഇവിടെ വരെ നമുക്കറിയാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്? 1 ആംപിയർ കറണ്ട്, അതായത് I ഈക്വൽ ടു 1 ആംപിയർ തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുള്ളത് 15 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. 15 മിനിറ്റ്സ്. സോ Z നമുക്കറിയില്ല, അതിലേക്ക് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാമായിരുന്നു. Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലന്റ് വെയിറ്റ് ബൈ 96500. ക്ലോറിൻ്റെ ഈക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 35.5 ആണ് ബൈ 96500 കിട്ടിയില്ലേ? സോ W ഈക്വൽ ടു എത്രയാണ്? Z പകരം 35.5 ബൈ 96500 ഇൻറ്റു ഐക്ക് പകരം 1 ആംപിയർ, ടൈം 15 മിനിറ്റ്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 0.33 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. മീൻസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത് എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത്. Z എങ്ങനെ കാണാമെന്ന് അറിയണം. ഈക്വലന്റ് വെയിറ്റ് ബൈ ഇതാണ്. പിന്നെ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രമാത്രം ക്ലോറിൻ ലിബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഫാരഡേസ് സെക്കൻഡ് ലോ പറയാം. ഫാരഡേസ് സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലോ ആണ് ഇനി പറയാൻ പോകുന്നത്. സെക്കൻഡ് ലോയിൽ ഒന്നുമില്ല, വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈക്വലന്റ് വെയിറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വെയിറ്റ് ഡെപ്പോസിറ്റഡ് മാസ്, ഇപ്പോൾ ഫാരഡേസ് സെക്കൻഡ് ലോ പറയാം. എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സെക്കൻഡ് ലോ. എത്രമാത്രം വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാസ് ഓഫ് എ ഡെപ്പോസിറ്റ്, എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്. ഓക്കെ, മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈക്വലന്റ് വെയിറ്റ് ഓഫ് എ. അതുപോലെ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ്. മാസ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേഷ്യോ ഈക്വൽ ടു എന്താണ്? ഈക്വലന്റ് വെയിറ്റ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അതായത് എത്രമാത്രം വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈക്വലന്റ് മാസ് ആണ്. അപ്പോൾ മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഈക്വൽ ടു ഈക്വലന്റ് മാസ് ഓഫ് എ ഡിവൈഡ് ബൈ ഈക്വലന്റ് മാസ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓംസ് ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓംസ് ലോ എന്താണെന്നുള്ളത്. ഇത് ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാം, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വി വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. വി ഈസ് ഈക്വൽ ടു എന്താണ്? IR ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിന് പറയുന്ന പേരാണെന്ത്? റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഓംസ് ലോ നമ്മൾ മുന്നേ വിളിക്കുന്നത്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വി പ്രൊപ്പോർഷണൽ ടു I. സോ വി ഈസ് ഈക്വൽ ടു IR. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്ത്? R റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ. സോ R ഈക്വൽ ടു എന്തായിരിക്കും? ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും, റോ L/A. റോ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയും. റോ ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ വി പ്രൊപ്പോർഷണൽ ടു I ആണ്. വി ഈസ് ഈക്വൽ ടു IR ആണ്. അതിൽ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ആണ് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A. സോ R ഈസ് ഈക്വൽ ടു റോ L/A. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോക്കുള്ള ഇക്വേഷൻ എന്താണ്? റോ റെസിസ്റ്റിവിറ്റി ആണ് കാണാൻ പറഞ്ഞെങ്കിൽ തിരിച്ചെഴുത് RA/L എന്ന് വരും. ഇതിന് തിരിച്ചെഴുതിയാൽ മതി. സോ RA/L. ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കണം. V പ്രൊപ്പോർഷണൽ ടു I, V ഈക്വൽ ടു IR, R പ്രൊപ്പോർഷണൽ ടു L/A, R ഈസ് ഈക്വൽ ടു റോ L/A, റോ ഈക്വൽ ടു RA/L. ഇതറിയുമെങ്കിൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ടൻസ് C ഈക്വൽ ടു എന്താണ്? 1 റെസിസ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസ് ആണ് എന്ത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടൻസ്. സോ കണ്ടക്ടൻസിനുള്ള ഇക്വേഷൻ
C is equal to A by rho L. A by rho L, അതായത് 1 by R ആണ്. അപ്പം A by rho L. ആറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അതിൻ്റെ റിവേഴ്സ് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? കണ്ടക്റ്റൻസിലുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by R. സോ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി. കണ്ടക്റ്റൻസ് ഒരെണ്ണം കൂടി ഉണ്ട്, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയും. കണ്ടക്ടിവിറ്റി കാപ്പ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ്, കാപ്പ എന്നാണ് പറയുക. കാപ്പ എന്ന് പറഞ്ഞാൽ 1 by റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? L by R A എന്ന് വരും. കാപ്പ ഈക്വൽ ടു L by R A എന്ന് വരും. ഓക്കെ, സോ കാപ്പക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ R എന്ന് വരും. വേറെ ഇക്വേഷൻ ഒന്നല്ല, ഇത് തന്നെയാണ്. L by A ഇല്ലേ, L by Aനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. സോ സെൽ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ R ചെയ്താൽ കാപ്പ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻസ് എപ്പോഴും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതാണ് ഒന്നിച്ച് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ്? ഓംസ് ലോ, V പ്രൊപ്പോർഷണൽ ടു I, അതായത് V ഈക്വൽ ടു I R ആണ്. അതിൽ R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. I എന്താണ്? കറണ്ട്. V വോൾട്ടേജ്. ഓക്കെ, സോ അതിവിടെയായി. റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L by A ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഏരിയ. സോ R ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റന്റിൻ്റെ L by A ആയിരിക്കില്ലേ, ആ കോൺസ്റ്റന്റ് ആണ് റോ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. സോ നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റിവിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇതിൻ്റെ നേരെ ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ RA by L എന്ന് കിട്ടും, റെസിസ്റ്റിവിറ്റി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടക്റ്റൻസ് ആണ്. C, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 by R, അതായത് R എത്രയാണെന്ന് നമുക്കറിയാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കണ്ടക്റ്റൻസിലുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി. കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയും. കാപ്പ എന്ന് പറഞ്ഞാൽ 1 by റോ. റോൻ്റെ റെസിപ്രോക്കലാണ് കാപ്പ. ഓക്കെ, അപ്പോൾ റോൻ്റെ ഇക്വേഷൻ അറിയാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കാപ്പൻ്റെ ഇക്വേഷൻ കിട്ടും. സോ കണ്ടക്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ R. സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് L by A ആണ്. L by A ആണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ സെൽ കോൺസ്റ്റന്റ് ഇത്രയാണ്, റെസിസ്റ്റൻസ് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത്രയുണ്ട്: റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇക്വേഷൻസ് വരുന്നത്. നെക്സ്റ്റ് ഈക്വലന്റ് കണ്ടക്റ്റൻസും മോളാർ കണ്ടക്റ്റൻസും കൂടി ഇക്വേഷൻസ് പറഞ്ഞുതരാം. ഈക്വലന്റ് കണ്ടക്റ്റൻസ് ആൻഡ് മോളാർ കണ്ടക്റ്റൻസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പറയാം. ഈക്വലന്റ് കണ്ടക്റ്റൻസ്. ഈക്വലന്റ് കണ്ടക്റ്റൻസ് ലാംഡ EQ ഈക്വൽ ടു 1000 ഇൻറ്റു കാപ്പ ഡിവൈഡഡ് ബൈ N. N എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമാലിറ്റി. N എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ഓം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഈക്വലന്റ്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഈക്വലന്റ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് വരുന്നത് പെർ ഓം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഈക്വലന്റ്. ഓക്കെ, യൂണിറ്റ് പഠിച്ചു നോക്കുക. ഈക്വലന്റ് കണ്ടക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഈക്വലന്റ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 gram ഈക്വലന്റ് ഓഫ് എനി സബ്സ്റ്റൻസ് when placed between 2 parallel electrodes of 1 centimeter apart. അതായത് ഒരു സബ്സ്റ്റൻസ്, അതിൻ്റെ എത്ര കണ്ടക്റ്റൻസ് ഉണ്ടാവും, ആ സബ്സ്റ്റൻസ് എത്രയായിരിക്കും? 1 gram ഈക്വലന്റ്. അപ്പോൾ 1 gram ഈക്വലന്റ് ഉള്ളൊരു സബ്സ്റ്റൻസ് എടുത്താൽ അതിനകത്ത് എത്ര കണ്ടക്റ്റൻസ് ഉണ്ടാവും? നമ്മളത് ഒരു ഇലക്ട്രോഡിൻ്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ എത്ര കണ്ടക്റ്റൻസ് ഉണ്ടാവും എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈക്വലന്റ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. 1 gram ഈക്വലന്റ് സബ്സ്റ്റൻസിൽ എത്ര കണ്ടക്റ്റൻസ് ഉണ്ടാവും? അപ്പോൾ അതിനെ 1000 കാപ്പ ബൈ N. ഇവിടെ N എന്ന് പറഞ്ഞാൽ നോർമാലിറ്റിയാണ്, കാപ്പ സ്പെസിഫിക് കണ്ടക്റ്റൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ ലാംഡ M ഈക്വൽ ടു 1000 കാപ്പ ഡിവൈഡഡ് ബൈ M. അതായത് 1 മോൾ സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ കണ്ടക്റ്റൻസ് എത്രയാണോ അതിനാണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ 1000 കാപ്പ ബൈ M. M എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊളാരിറ്റി. അപ്പോൾ ഇവിടെ നോർമാലിറ്റി ആണ്, ഇവിടെ മൊളാരിറ്റി ആണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് ഈക്വലന്റ് കണ്ടക്റ്റൻസ് ആണ്, ഇത് മോളാർ കണ്ടക്റ്റൻസിനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം വായിക്കാം. പ്രോബ്ലം: the resistance of 0.01 normal
NaCl സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നോർമാലിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 0.01 നോർമലാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ NaCl സൊല്യൂഷൻ ആണ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ ഈസ് 200 ഓം, അതായത് R തന്നിട്ടുണ്ട് 200 ഓം ആണെന്നുള്ളത്. സോ ദ സെൽ കോൺസ്റ്റന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി സെൽ ഈസ് യൂണിറ്റി. സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എത്രയാണ്? യൂണിറ്റി, അതായത് 1 ആണ്. സെൽ കോൺസ്റ്റന്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് കണ്ടക്ടൻസ് ലാംഡ ഈക്വലന്റ് എത്രയാണെന്ന് ആണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. റെസിസ്റ്റൻസ് ഓഫ് 0.01 നോർമൽ NaCl solution at 25 degrees Celsius is 200 ohm. The cell constant of conductivity cell is unity. Calculate lambda equivalent. Okay, so equivalent conductance കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് നോർമാലിറ്റി, R വാല്യൂ, സെൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വലന്റ് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ ഇതാ 1000 × kappa/n. അതിൽ n തന്നിട്ടുണ്ട്, കാപ്പ തന്നിട്ടില്ല അല്ലേ, കണ്ടക്ടിവിറ്റി തന്നിട്ടില്ല. കാപ്പന്റെ ഇക്വേഷൻ എന്താണ്? സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ R. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിരുന്നു. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് 1 ആണെന്ന് തന്നിട്ടുണ്ട്, R വാല്യൂ 200 ആണെന്ന് തന്നിട്ടുണ്ട്. സോ കാപ്പാന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ. ഇനി ലാംഡ ഈക്വലന്റ് നമുക്ക് കണ്ടുകൂടെ? ലാംഡ ഈക്വലന്റ് എന്ന് പറയുമ്പോൾ 1000 × kappa/n ആണ് അല്ലേ. അതിൽ 1000 × കാപ്പ എന്ന് പറയുന്നത് എത്രയാണ്? 1/200 ആണ്. ഡിവൈഡഡ് ബൈ നോർമാലിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? 0.01 നോർമലാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 500 ആൻസർ കിട്ടും. 500 ഇതിൻ്റെ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പെർ ഓം സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വലന്റ് പെർ ഈക്വലന്റ്. ഓക്കെ, 500 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വലന്റ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നോർമാലിറ്റി 6 തന്നിട്ടുണ്ട്, കാപ്പ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈക്വലന്റ് കണ്ടക്ടൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ഈക്വലന്റ് കണ്ടക്ടൻസ് ഓഫ് 0.01 മോളാർ H2SO4. നോർമൽ അല്ല തന്നിട്ടുള്ളത്, മോളാർ ആണ് തന്നിട്ടുള്ളത്. ഇഫ് ഇസ് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, കാപ്പ എന്ന് പറയുന്നത് 26 × 10⁻² പെർ ഓം പെർ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈക്വലന്റ് കണ്ടക്ടൻസ് ആണ്, ലാംഡ ഈക്വലന്റ് ആണ്. എത്ര നോർമലാണ്? ഈക്വലന്റ് കണ്ടക്ടൻസിന് ഇവിടെ നോർമാലിറ്റിയാണ് വേണ്ടത് അല്ലേ. പക്ഷെ തന്നിരിക്കുന്നത് മൊളാരിറ്റി ആണ്. എത്ര മോളാർ? 0.1 മോളാറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊളാരിറ്റിയെ നോർമാലിറ്റിയിലേക്ക് മാറ്റണം, എന്നാലും നമുക്ക് ഈക്വലന്റ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. മോളാർ കണ്ടക്ടൻസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊളാരിറ്റി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഈക്വലന്റ് കണ്ടക്ടൻസ് ചോദിച്ചാൽ നോർമാലിറ്റിയിലേക്ക് മാറ്റണം. അപ്പോൾ നോർമാലിറ്റിയിലേക്ക് എങ്ങനെ മാറ്റുക? നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി × 2. ഓക്കെ, H2SO4 ആണ്. H2SO4 ആണ്, അതുകൊണ്ട് മൊളാരിറ്റി × 2 ആണ് നോർമാലിറ്റി വരിക. H2SO4 അല്ലേ, 2 പ്രോട്ടോൺ ഉള്ള ഡൈബേസിക് ആണ്. ഓക്കെ, 2 പ്രോട്ടോൺസ് വരുന്നുണ്ട്. സോ m × 2 ചെയ്യാം, അപ്പോൾ നമുക്ക് നോർമാലിറ്റി കിട്ടും. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണോ? 0.1 × 2 ചെയ്യും, അപ്പോൾ 0.2 നോർമൽ എന്ന് കിട്ടും. ഇനി ലാംഡ ഈക്വലന്റ് കാണുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1000 × കാപ്പ വാല്യൂ തന്നിട്ടുണ്ട് 26 × 10⁻² ഡിവൈഡഡ് ബൈ 0.2 ചെയ്താൽ 1300 പെർ ഓം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഈക്വലന്റ് കിട്ടും. ഇതിവിടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ജസ്റ്റ് അത് തിരിച്ചും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി വരും, അപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ m 0.1 മോളാറാണ്. അതിന് നമ്മൾ നോർമാലിറ്റിയിലേക്ക് മാറ്റി. എന്തുകൊണ്ട്? ഈക്വലന്റ് കണ്ടക്ടൻസ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് എത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലത് പറയാം.